ഇത് ചെയ്യാൻ പറ്റാത്തതാണെന്ന് നിങ്ങൾ സ്വയം ചിലപ്പോഴെങ്കിലും പറഞ്ഞിട്ടില്ലേ? അത് നിങ്ങൾക്ക് കഴിയുന്നതാണെന്ന് സങ്കല്പിക്കുക. എല്ലാവരെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം ലോകത്തിന് മാറ്റങ്ങൾ വരുത്തേണ്ടവരാണ്. മറ്റു ക്രിസ്ത്യാനികളെ പോലെ ആകാതെ ക്രിസ്തുവിനെ പോലെ ആകുക. നിങ്ങളുടെ കുടുംബത്തിലെ ഏക ദൈവപൈതൽ നിങ്ങളായിരിക്കാം. എന്നാൽ ദൈവത്തിന് നിങ്ങളെ എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളാകാം. തുടർന്ന് ആ വ്യക്തിക്ക് 2 ആളുകളെയോ അതിലധികമോ സ്വാധീനിക്കാൻ കഴിയും. അങ്ങനെ കൂടുതൽ ആളുകൾ രക്ഷിക്കപ്പെടുകയും ചെയ്യും. ദൈവിക ശക്തിയാൽ നിങ്ങൾക്ക് ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. യാക്കോബിന്റെ പുസ്തകം 5:20 പാപിയെ നേർവഴിയാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യും എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ തുടരാതെ കർത്താവിൽ വിശ്വസിച്ച് ദൈവഹിതം ചെയ്യുക. നിങ്ങൾക്ക് ലോകത്തെ മാറ്റുവാൻ നിരവധി മാർഗങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനാകും. നിങ്ങളുള്ള ബന്ധത്തിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് ദൈവത്തിന് അറിയാവുന്നതിനാൽ പൂർണ്ണ നിയന്ത്രണത്തിനായി ദൈവത്തെ അനുവദിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ ഉപയോഗിക്കേണ്ടതിനായി അനുവദിക്കുക. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ലെന്നോ അല്ലെങ്കിൽ അത് നടക്കില്ലെന്നോ പറയാൻ ആരെയും അനുവദിക്കരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയാണെങ്കിൽ അത് ഒരിക്കലും തടയാനാവില്ല. ദൈവഹിതത്തിനായി സമർപ്പിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. നിങ്ങൾക്ക് സന്നദ്ധ ശുശ്രൂഷകനാകാം, കൊടുക്കാം, പഠിപ്പിക്കാം, കുറവ് തീർക്കാം, മറ്റു പലതും ചെയ്യാൻ കഴിയും. ധൈര്യപ്പെടുക, കാരണം ദൈവം എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. ക്രിസ്തുയേശുവിലൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.